നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനുചേച്ചി, ഈ വിച്ചുമോൻ ഒന്ന് പിടിച്ചേ. ഇവനെ അവിടെ ഇരുന്ന് ഉണ്ണിക്കുട്ടിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ നോക്കുക. വിച്ചൂട്ടാ, നീ വീണ്ടും വികൃതി കാണിക്കാൻ തുടങ്ങിയോ? അനുചേച്ചി വിളിച്ചിട്ട് രഘുവേട്ടൻ ഫോൺ എടുത്തില്ല. അവരിനി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. നിന്നെ അഭിമുഖീകരിക്കാൻ മടിച്ച് അച്ഛനും ഉടനെ വരാൻ സാധ്യതയില്ല. നീ ഇവിടെ വന്ന ശേഷം ശബരിയെ വിളിച്ചായിരുന്നോ? ഇല്ല. ഞാനെന്തിനാ ശബരിയേട്ടനെ വിളിക്കുന്നേ? എന്തിനാന്നോ? ശബരി നിന്റെ ഭർത്താവല്ലേ? അല്ല, ഇവിടെ വന്ന ദിവസം നീ എന്താ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞേ? ശബരിയോടൊപ്പം ഇവിടെ സ്ഥിരമായിട്ട് കഴിയാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് വെച്ച് ശബരിയേട്ടന്റെ കാല് പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനൊന്നും ഞാനില്ല. എന്നെയും മോനെയും വേണോന്ന് തോന്നുമ്പോ ശബരിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. തറവാട് കണ്ടുപിടിച്ചു. കണ്ടില്ലേ, ഉത്തരവാദിത്തമുള്ള ആൾ അന്വേഷിച്ചു വരുന്ന. ഇതുപോലൊരു ദിവസം ശബരിയേട്ടനും അന്വേഷിച്ചു വരും. ഇന്ദ്രേട്ടൻ എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. വിച്ചുട്ടാ, നീ എന്താടാ അച്ഛനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? നിന്റെ അനിയനും അനിയത്തിമാരൊക്കെ എന്തിയേ? ലച്ചുമോൾ ഇവിടെ ഇല്ല. ബാക്കി 3 പേരും മുറിയിൽ ഉറങ്ങുക. ഇവൻ ശല്യം ചെയ്യാൻ പോയപ്പോ ദയ കൂട്ടിക്കൊണ്ട് വന്നതാ. ആണോ? നീ ഇവിടെ വില്ലനായോടോ മോനെ? അച്ഛന്റെ അല്ലേ മോൻ. വില്ലത്തരത്തിന് മാത്രം ഒരു കുറവുമില്ല. ഇന്ദ്രേട്ടൻ കയറി വാ, അങ്ങോട്ടിരിക്കാം. ചിരു സുഖമല്ലേ? ആ, കുഴപ്പമില്ല ഇന്ദ്രേട്ടാ. എന്ന് പറയുന്നു. ഹാപ്പി ആയിരിക്കുന്നു ഇന്ദ്രേട്ട. തറവാട് കൊള്ളാവോ? ഇന്ദ്രേട്ടനെ കണ്ടിട്ടെന്ത് തോന്നുന്നു? ഒറ്റനോട്ടത്തിലൊരു പ്രൗഢിയൊക്കെ തോന്നുന്നുണ്ട്. മുഴുവനായിട്ടും കണ്ടില്ലല്ലോ. അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചിയൊന്നും ഇവിടെ ഇല്ല ഇന്ദ്രേട്ട. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. രഘുവും അമ്പിളിയും തറവാട്ടിൽ വന്നിട്ടും അമ്പിളി ചേച്ചിയുടെ അധികാരത്തിന് ഒരു കുറവുമില്ല ഇന്ദ്രേട്ട. ഞാനും ചേച്ചിയും വഴക്കിട്ടപ്പോ രഘുവേട്ടൻ ഇടപെട്ടു. സത്യത്തില് ഞാനാ സഹിയിട്ട് ഇറങ്ങി പോവേണ്ടത്. എനിക്ക് പോകാൻ പറ്റാത്തോണ്ട് ഞാൻ പോയില്ല. പകരം രഘുവേട്ടൻ അമ്പിളി ചേച്ചി ഇറങ്ങിപ്പോയി. ഇന്ദ്രേട്ടൻ വന്ന് കയറിയപ്പോ തന്നെ ഇതൊക്കെയാണ് പറയുന്നത്. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇന്ദ്രേട്ടൻ രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ കുറിച്ച് ചോദിച്ചോണ്ടല്ലേ ഞാനിതൊക്കെ പറഞ്ഞേ. ഇല്ലാത്തൊന്നുമല്ലല്ലോ. ദയേ, അത് വിട്. ഇന്ദ്രേട്ടന് തറവാടിന്റെ അകത്തളങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ? വാ. അനുചേച്ചി ഇന്ദ്രേട്ടനെല്ലാം കാട്ടിക്കൊടുക്കുമ്പോഴേക്കും ഞങ്ങള് ചായ ഉണ്ടാക്കാം. വാ. വാ ഇന്ദ്രേട്ട.